ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. അനാസ്ഥയുടെ രക്തസാക്ഷി. എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ എല്ലാം ഫിറ്റെന്ന് പഞ്ചായത്തിന്റെ സർട്ടിഫിക്കറ്റ്. മെയ് 29 മൈനാഗപ്പള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് പുറത്തു വന്നത്. കെട്ടിടത്തിന് മാത്രമാണ് ഫിറ്റ്നസ് നൽകിയതെന്നും സൈക്കിൾ ഷെഡിനല്ല എന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകന്റെ വിശദീകരണം. സ്കൂൾ തുറക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് 24-ന് ലഭിച്ചത്. സ്കൂൾ കെട്ടിടങ്ങൾ ഉറപ്പുള്ളതും പ്രവർത്തനക്ഷമം ആണെന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ സ്കൂൾ കെട്ടിടങ്ങൾക്കെല്ലാം ഫിറ്റ്നസ് നൽകാൻ കഴിയുന്നതല്ലെന്ന് സ്കൂളിൽ പരിശോധന നടത്തിയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ വ്യക്തമാക്കി. നിരുത്തരവാദിത്വപരമായ ഒരു സമീപനം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിച്ചില്ല എന്നത് വീഴ്ചയായിട്ട് തന്നെ കമ്മീഷൻ കാണുകയാണ്. പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അത് ചെയ്തില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ കമ്മീഷൻ പരിശോധിക്കും. ഫിറ്റ്നസ് നൽകിയ സാഹചര്യം പരിശോധിക്കുമെന്ന് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ 24-നോട് പറഞ്ഞു. കെട്ടിടങ്ങൾക്കാണ് ഫിറ്റ്നസ് നൽകിയതെന്നും സൈക്കിൾ ഷെഡിനല്ലെന്നും പ്രതികരണം. കെട്ടിടത്തിന് മാത്രമാണ് ഫിറ്റ്നസ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ അതിനോട് ചേർന്നുള്ള സൈക്കിൾ ഷെഡിന് ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല. അത് അനധികൃതമാണെന്ന് മനസ്സിലാക്കി അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾക്കടക്കം ഫിറ്റ്നസ് നൽകാൻ ഇടപെടൽ നടന്നുവെന്ന ആരോപണം ഇതോടെ ശക്തമായി. 24 കൊല്ലം. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപിക എസ് സുജയ്ക്ക് സസ്പെൻഷൻ. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും അപകടമുണ്ടായ സ്കൂളിലും മരിച്ച മിഥുന്റെ വീട്ടിലും സന്ദർശനം നടത്തി. വീഴ്ച വരുത്തിയവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രിമാരുടെ ഉറപ്പ്. അപകടത്തിൽ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ, സ്കൂൾ മാനേജ്മെന്റ്, പ്രധാനാധ്യാപിക എന്നിവരുടെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട്. സ്കൂളിൽ അപകടാവസ്ഥയിൽ സൈക്കിൾ ഷെഡിന് മുകളിലായി വൈദ്യുതി കമ്പികൾ താഴ്ന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. സ്കൂൾ അധികൃതർ പരിഹാരം കാണാൻ ആത്മാർത്ഥമായി ശ്രമിച്ചില്ല. സ്കൂളിൽ പരിശോധനയ്ക്ക് പോയ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ വീഴ്ച വരുത്തി. അനധികൃത നിർമ്മാണമായിട്ടും തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ പ്രധാനാധ്യാപികയും ശ്രമിച്ചില്ല. ഒരു വിഭാഗം ഈ ഉത്തരവാദിത്തമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ ആരെവിടെ തീരുമാനിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ഗവൺമെൻറ്റിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. KER അധ്യായം 3 റൂൾ 7 പ്രകാരം മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ട്. അപകടമുണ്ടായ സ്കൂൾ മന്ത്രി വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും സന്ദർശിച്ചു. അധ്യാപകരെയും മന്ത്രിമാർ കണ്ടു. വീഴ്ച വരുത്തിയ മുഴുവൻ പേർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന മന്ത്രിമാർ. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം 3 അന്വേഷണമാണ് നടക്കുന്നത്. മേലിൽ കേരളത്തിൽ വേറെ ആരും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. മരിച്ച മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെയും മന്ത്രിമാർ കണ്ടു. നടപടിയെടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് സ്കൂൾ മാനേജ്മെന്റിനും നോട്ടീസ് നൽകും. മരിച്ച മിഥുന്റെ സഹോദരന് +2 വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര ധനസഹായമായി കുടുംബത്തിന് 3 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. 5 ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായം KSEB കുടുംബത്തിന് കൈമാറി. തേവലക്കര ബോയ്സ് സ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാർ സന്ദർശനം നടത്തി. 24 തിരുവനന്തപുരം, കൊല്ലം. എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിൽ പ്രതിഷേധമാളുകയാണ്. തേവലക്കര സ്കൂളിലേക്കും പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും പാലക്കാട് ചിറ്റൂരിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് മുന്നിലും വിവിധ സംഘടനകൾ ഇന്നും പ്രതിഷേധിച്ചു. വിദ്യാർത്ഥിയുടെ മരണത്തിൽ സർക്കാർ അനാസ്ഥ ചൂണ്ടിക്കാട്ടി രാവിലെ മുതൽ കൊല്ലം തേവലക്കര സ്കൂളിന് മുന്നിൽ നടന്നത് വലിയ പ്രതിഷേധങ്ങൾ. KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സ്കൂളിലേക്ക് BJPയും ABVPയും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. സ്കൂളിലേക്ക് മാർച്ച് നടത്തിയ RYF പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം.
തേവലക്കരയിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടിക്കും KN ബാലഗോപാലിനും നേരെ RYF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പാലക്കാട് ചിറ്റൂരിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ABVP പ്രതിഷേധവും സംഘർഷത്തിലേക്ക് വഴിമാറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മിഥുന്റെ വേർപാടിന്റെ വേദന താങ്ങാനാകാതെ വിളന്തറയിലെ വീട്. നിരവധി പേരാണ് കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിദേശത്തുള്ള മിഥുന്റെ അമ്മ നാളെ നാട്ടിലെത്തും. നാളെ വൈകിട്ടാണ് സംസ്കാരം. സ്വന്തം സമ്പാദ്യത്താൽ ഒരു ചെരുപ്പ് വാങ്ങണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു മിഥുന്. അതിനായി കരുതിവെച്ച ചില്ലറത്തുട്ടുകൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയാണ് അച്ചമ്മ. ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ചുറ്റുമുള്ളവർ. നിരവധി പേരാണ് വിളന്തറയിലെ മിഥുന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. നാളെ വൈകിട്ട് 4 മണിയോടെയാണ് മിഥുന്റെ സംസ്കാരം. രാവിലെ 10 മണിക്ക് തേവലക്കര സ്കൂളിൽ പൊതുദർശനം. വിദേശത്തുള്ള മിഥുന്റെ അമ്മ സുജ നാളെ നാട്ടിലെത്തും. 24 കൊല്ലം. മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. സർവകലാശാല വിഷയത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിന് കളമൊരുങ്ങുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചർച്ച നടത്തും. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തി. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ VCയോട് ആവശ്യപ്പെട്ടതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഡോക്ടർ R ബിന്ദു പറഞ്ഞു. സർവകലാശാലകളിലെ സമരഭരിതമായ അന്തരീക്ഷം അവസാനിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ സമവായത്തിനൊരുങ്ങുന്നത്. സർവകലാശാലകളിലെ കലാപാന്തരീക്ഷം ഗുണകരമാകില്ലെന്ന തിരിച്ചറിവിലാണ് സർക്കാർ സമവായ ലൈനിലേക്ക് എത്തുന്നത്. സമവായ നീക്കത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുവരും ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കൂടിക്കാഴ്ച. ഇന്ന് രാവിലെ മുതൽ തന്നെ സർക്കാരും ഇടത് സംഘടനകളും സമവായത്തിന്റെ പാതയിലേക്ക് എത്തിയെന്ന സൂചന ലഭിച്ചിരുന്നു. പ്രതിഷേധങ്ങളില്ലാതെ കേരള സർവകലാശാലയുടെ VCയുടെ ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിക്കാനായതായിരുന്നു ആദ്യ സൂചന. ശേഷം ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ മഞ്ഞുരുക്കം വ്യക്തമായി. ഇത് സർക്കാർ മുട്ടുമടക്കലൊന്നല്ല. നമ്മുടെ സർവകലാശാലയിൽ പഠന പ്രവർത്തനങ്ങൾ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം. അതിന് കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാവണം. VCയുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങളുമായി മന്ത്രി ചർച്ച നടത്തി. ഇതും അനുരഞ്ജന നീക്കത്തിന്റെ ഭാഗമായിരുന്നു. അല്ല, ഞങ്ങളെ വിളിപ്പിച്ചിട്ട് ഈ അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ അതിന് തയ്യാറാണ്. സിൻഡിക്കേറ്റ് യോഗം വിളിച്ചെങ്കിലല്ലേ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരാണ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ടത്? വൈസ് ചാൻസലറാണ്. ഗവർണറുമായി സമവായം ഉണ്ടാക്കാനായാൽ സംസ്ഥാനത്തെ സർവകലാശാല നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പൊതുവിൽ പരിഹാരം കാണാനാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. 24 തിരുവനന്തപുരം. വയനാട് പനമരം പുഞ്ചവയൽ മേഖലയിൽ ഭീതി പരത്തി കാട്ടാനകൾ. തോട്ടത്തിൽ തമ്പടിച്ച കാട്ടാനകളെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനവാസ കേന്ദ്രത്തിൽ നിന്നും ഒഴിപ്പിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി നെല്ലിയമ്പം മേഖലയിൽ കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യമുണ്ട്. ഇന്നലെ 5 ആനകളായിരുന്നു ഉണ്ടായിരുന്നത്. 2 എണ്ണം കാട് കയറിപ്പോയി. 3 കാട്ടാനകൾ തോട്ടത്തിൽ നിലയുറപ്പിച്ചു. ഇന്ന് രാവിലെ തുടങ്ങിയ ഓപ്പറേഷനാണ്. ഇപ്പോഴാണ് പൂർണ്ണമായും സക്സസ് ആയത്. തിരിച്ചു വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തും. പക്ഷേ ആനകൾ ഇനിയും തിരിച്ചു വന്നേക്കാം. അപ്പം പിന്നെയും ഇതേപോലുള്ള ഓപ്പറേഷനുകൾ നടത്തേണ്ടതായി വന്നേക്കാം. ഇന്നലെ മുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരുന്നു കാട്ടാനകൾ. ഉച്ചയോടെ ഇവയെ തുരത്തുന്ന ദൗത്യം തുടങ്ങി. ചെതലയം റേഞ്ച് ഓഫീസർ രാജീവ് മുതൽ ഫോറസ്റ്റ് വാച്ചർമാർ വരെയുള്ളവരുടെ കഠിന പ്രയത്നം. തോട്ടത്തിൽ നിന്ന് വയലിലൂടെ പടക്കം പൊട്ടിച്ച് ആനകളെ ഓടിച്ചു. ഇതിനുശേഷം 2 ആനകൾ കാട്ടിലേക്ക് കയറിപ്പോയി. 1 ആന മറ്റൊരു തോട്ടത്തിൽ നിലയുറപ്പിച്ചു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ശേഷിക്കുന്ന കാട്ടാനയെ കൂടി തുരത്താൻ കഴിഞ്ഞത്. താൽക്കാലിക ആശ്വാസം ജനങ്ങൾക്ക്, ഒപ്പം വനംവകുപ്പിനും. വനംവകുപ്പിന്റെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കാട്ടാനകളെ താൽക്കാലികമായെങ്കിലും
ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആനകൾ വീണ്ടും കാടിറങ്ങുമോ എന്നാണ് ഉയരുന്ന ആശങ്ക. സജിൽ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. കോഴിക്കോട് കാട്ടാന ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്ക്. കാവിലുംപാറയിലെ തങ്കച്ചൻ, ഭാര്യ ആനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും കാവിലുംപാറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗോകുൽ കെ വേണുഗോപാൽ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഇവരുടെ പരിക്ക് സാരമുള്ളതാണോ? ഇത് നിരന്തരമായി ആനയൊക്കെ ഇറങ്ങുന്ന ഒരു മേഖലയാണോ? എന്താണ് അവിടെ സംഭവിച്ചത്? വിജയകുമാർ, ഈ പരിക്ക് ഗുരുതരമുള്ള പരിക്കല്ല. ഇവരെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ മേഖല കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയുടെ ഭാഗമാണ് കാവിലമ്പാറ എന്ന് പറയുന്നത്. അവിടെയുള്ള കരിങ്ങാട്, ചൂരണി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അടിക്കടിയായിട്ട് വന്യമൃഗശല്യം ഉണ്ടാവുന്നതാണ്, കാട്ടാന ഇറങ്ങുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട പരാതികൾ, നിരവധി പരാതികളൊക്കെ അധികൃതർക്കൊക്കെ നൽകിയിരുന്നു. പക്ഷേ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ ഇന്ന് വൈകിട്ട് 4:45 കൂടിയിട്ടായിരുന്നു അക്രമം ഉണ്ടായിരുന്നത്. ഈ കാവിലുംപാറയിലെ കരിങ്ങാട് മുട്ടിച്ചിറ തങ്കച്ചനും ഭാര്യയ്ക്കുമാണ് പരിക്കേറ്റത്. ഇവരുടെ വീട്ടുമുറ്റത്ത് കാട്ടാനെത്തി ആക്രമിക്കുകയായിരുന്നു. കാട്ടാന കുട്ടിയുടെ അക്രമമാണ് ഉണ്ടായത്. അതിനാൽ തന്നെയാണ് വലിയ ഒരു അപകടം ഉണ്ടാവാതെ രക്ഷപ്പെട്ടത് എന്നാണ് ഈ തങ്കച്ചൻ പറയുന്നത്. ഈ കാട്ടാനക്കുട്ടി ഇവരുടെ വീടിന് മുന്നിൽ എത്തുന്ന സമയത്ത് തങ്കച്ചൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഭാര്യ ആനി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാട്ടാനക്കുട്ടിയെ കണ്ട ആനി തങ്കച്ചനെ വിളിച്ചു വരുത്തുകയായിരുന്നു. തങ്കച്ചൻ വരുന്ന സമയത്ത് ഈ കാട്ടാനക്കുട്ടി ഭാര്യ ആനിയെ ഓടിക്കുന്നതാണ് കണ്ടത്. ഇത് കണ്ട് നിലവിളിച്ച തങ്കച്ചനിലേക്കായി പിന്നെ കാട്ടാനക്കുട്ടിയുടെ ശ്രദ്ധ. ഇത് കാട്ടാന ഈ തങ്കച്ചൻ ഓടിക്കുന്ന സമയത്ത് തങ്കച്ചൻ ഉരുണ്ടു വീഴുകയായിരുന്നു. വീണ സമയത്താണ് ഈ തങ്കച്ചന്റെ വലതു കൈക്ക് കാട്ടാന ചവിട്ടുകയും തുമ്പിക്കൈ ഉപയോഗിച്ച് ഉരുട്ടുകയും ഒക്കെ ചെയ്തത്. പിന്നീട് നാട്ടുകാരൊക്കെ കൂടി ബഹളം വെച്ച സമയത്ത് ആന ഓടിപ്പോവുകയായിരുന്നു. കുട്ടിയാനയായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നാണ് ഈ തങ്കച്ചൻ പറയുന്നത്. എന്തായാലും ഇരുവരും ഇപ്പോൾ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ നിരവധിയായി ഈ സ്ഥലങ്ങളിൽ ഈ കാട്ടാനയുടെ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. യെസ്, വിശദാംശങ്ങൾ നൽകിയത് ഗോകുൽ കെ വേണുഗോപാൽ കോഴിക്കോട്ട്. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കൊച്ചി വടുതലയിൽ കൊടും ക്രൂരത. അയൽവാസികളായ 2 പേരെ തീ കൊളുത്തി യുവാവ് തൂങ്ങി മരിച്ചു. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അമൽ, എന്താണ് സംഭവിച്ചത് അവിടെ? വിജയകുമാർ, അല്പസമയം മുൻപാണ് ഈ ദാരുണമായ സംഭവം എറണാകുളം വടുതലയിൽ ഉണ്ടാകുന്നത്. കസ്റ്റമർ, ഭാര്യ എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ഈ അയൽവാസിയായിട്ടുള്ള വിജയമാണ് ഇത്തരത്തിൽ വഴിയിൽ തടഞ്ഞു നിർത്തി, അതായത് സ്കൂട്ടറിൽ വരികയായിരുന്ന ഇവരെ വഴിയിൽ തടഞ്ഞു നിർത്തി തലവഴി പെട്രോൾ ഒഴിക്കുകയും പിന്നീട് തീ കൊളുത്തുകയും ചെയ്തത്. ഇതേ തുടർന്ന് ഇവരെ ഈ ഒരു തീ കൊളുത്തിയതിനു ശേഷം ഈ വില്യം എന്നയാൾ സ്വന്തം വീട്ടിൽ പോയി പിന്നീട് അവിടെ തൂങ്ങി മരിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. ഏതായാലും ഈ ഗുരുതരമായി പൊള്ളലേറ്റ ക്രിസ്റ്റഫറിനെയും ഭാര്യയും എറണാകുളത്ത് തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇവരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിന് ശേഷം മാത്രമേ ഈ വിഷയത്തിൽ എന്താണ് പെട്ടെന്നുണ്ടായ പ്രകോപനം, ഈ വഴിത്തർക്കം തന്നെയാണോ, ഈ അയൽവാസികൾ തമ്മിലുണ്ടായിരുന്ന കുറെ നാളുകളായി തുടരുകയായിരുന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണോ ഇത്തരത്തിൽ പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിനും തുടർന്നുണ്ടായ ഇത്തരത്തിൽ അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്കും നയിച്ചത് എന്ന വിവരം അല്പസമയത്തിനുള്ളിൽ ശേഷം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും പോലീസ് ഈ ഒരു സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ നാട്ടുകാരോടെല്ലാം ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം മനസ്സിലാകുന്നത് നാളുകളായി ഇവർക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലി ഇടയ്ക്കിടയ്ക്കെല്ലാം ചില വാക്കേറ്റങ്ങളും തർക്കങ്ങളും എല്ലാം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനത്തിലേക്ക് പോകുമെന്നും ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുവാൻ വില്യം തയ്യാറാകും എന്നും ആരും ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഏതായാലും ഈ ഒരു സംഭവം നടന്ന ഉടൻ തന്നെ പിന്നീട് ഇദ്ദേഹം നേരെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വിജയകുമാർ, ഈ വിവരങ്ങൾ വരുന്നത് എറണാകുളത്ത് വടുതലയിൽ നിന്നാണ്. അവിടെ അയൽവാസികളുടെ ശരീരത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം ഈ യുവാവ് തൂങ്ങി മരിച്ചു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിർത്തി തർക്കമാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ വരുന്നത്. ക്രിസ്റ്റഫർ, ഭാര്യ, ഈ 2 പേർക്കുമാണ് അവിടെ പരിക്കേറ്റിരിക്കുന്നത്. വില്യം എന്ന അയൽക്കാരനാണ്. ഇയാൾ അവിടെ തൂങ്ങി മരിക്കുകയും ചെയ്തു. ഈ ശ്രമത്തിന് ശേഷം സ്കൂട്ടറിൽ വരുമ്പോൾ ദമ്പതികളെ തടഞ്ഞു നിർത്തി തലയിൽ പെട്രോൾ ഒഴിക്കുകയാണ്. ഈ പൊള്ളലേറ്റ് 2 പേരും എറണാകുളം ലൂർദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഞെട്ടലുളവാക്കുന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് കാരണം എന്നത് സംബന്ധിച്ച് ഇതുവരെ സൂചനകളില്ല. നമുക്ക് വൈകാതെ അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.
സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി ശാന്തൻപാറയിൽ CHR ഭൂമിയിൽ വൻ മരം കൊള്ള. ഏലം പുനർകൃഷിയുടെ മറവിൽ 150-ലധികം മരങ്ങൾ മുറിച്ചു കടത്തി. സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഏലം കുത്തകപ്പാട്ട ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിക്കാൻ അനുമതിയില്ല. എന്നാൽ പേത്തൊട്ടിയിലെ CHR ഭൂമിയിൽ നിന്നും ചേല, പൂമരം, ചൗക്ക, പ്ലാവ്, ആഞ്ഞിലി തുടങ്ങിയ ഇനത്തിൽപ്പെട്ട മരങ്ങൾ മുറിച്ചുമാറ്റി. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന സർവേ നമ്പർ 78/1 ഉൾപ്പെടുന്ന 1.5 ഏക്കർ ഭൂമിയിൽ നിന്നുമാണ് മരം വെട്ടിയത്. തമിഴ്നാട് സ്വദേശികളായ M. ബൊമ്മയ്യൻ, അയ്യപ്പൻ എന്നിവരെ പ്രതികളാക്കി വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. ബോഡിമെട്ട് സെക്ഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും മരക്കുറ്റികൾ എണ്ണി തിട്ടപ്പെടുത്തി സദ അടിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥ ഒത്താശയോടെ CHR ഭൂമിയിൽ നിന്ന് ജില്ലയുടെ വിവിധ മേഖലയിൽ നിന്നായി മരങ്ങൾ മുറിച്ചു കടത്തുന്നുണ്ടെന്നും ആരോപണമുണ്ട്. ജില്ലയിൽ വ്യാപകമായ രീതിയിൽ വൻകൊള്ള അടയ്ക്കുകയാണ്. CHR മേഖലയിൽ നിന്നും അതുപോലെ റവന്യൂ ഭൂമിയിൽ നിന്നും വൻ രീതിയിലാണ് മരങ്ങൾ മുറിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. എന്നാൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവൻ്റെ വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ചില്ല പോലും മുറിച്ചു മാറ്റുവാൻ സാധിക്കാത്ത രീതിയിൽ നിയമം മുന്നോട്ട് പോകുമ്പോൾ വലിയ ആളുകൾ, വൻകിട ആളുകൾ അവരുടെ റവന്യൂ ഭൂമിയിൽ നിന്നും CHR മേഖലയിൽ നിന്നും 100 കണക്കിന് മരങ്ങളാണ് മുറിച്ച് മാറ്റിക്കൊണ്ടു പോകുന്നത്. 1.5 വർഷം മുൻപ് ഉരുൾപൊട്ടലുണ്ടായതിന്റെ സമീപത്താണ് വൻ മരം കൊള്ള നടന്നിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് ആനയിറങ്കൽ ഭാഗത്തെ റവന്യൂ ഭൂമിയിൽ നിന്നും സ്വകാര്യ വ്യക്തി മരങ്ങൾ മുറിച്ച് കടത്തിയിരുന്നു. രാഹുൽ വിജയൻ, 24 ഇടുക്കി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നിമിഷപ്രിയയുടെ മോചനത്തിന് ഹർജിക്കാരുടെ പ്രതിനിധി സംഘത്തെ യമനിലേക്ക് അയക്കണമോ എന്നതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ എന്ന് സുപ്രീം കോടതി. കുടുംബത്തെ അല്ലാതെ ഹർജിക്കാരുടെ സംഘത്തെ അയച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച കാര്യം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. വധശിക്ഷ നീട്ടിവെച്ചതിന് പിന്നിൽ പ്രയത്നിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറും കേന്ദ്ര സർക്കാരും അടക്കം എല്ലാവർക്കും നന്ദി അറിയിച്ച ഹർജിക്കാർ ചർച്ചകൾക്കായി യമനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നതിന് കേന്ദ്രം അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടു. 2 കേന്ദ്ര സർക്കാർ പ്രതിനിധികളും 2 നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളും കാന്തപുരത്തിന്റെ 2 പ്രതിനിധികളും ഉൾപ്പെട്ട സമിതി വേണം എന്നാണ് ആവശ്യം. വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാനാകില്ലെങ്കിലും കേന്ദ്ര സർക്കാർ കാര്യമായി ഇടപെടുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയ കേന്ദ്രം ചർച്ചകളിൽ കുടുംബത്തിന് മാത്രമാണ് കാര്യമെന്നറിയിച്ചു. ഏതെങ്കിലും സംഘടന യമനിൽ പോയാൽ മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്ന് അറ്റോർണി ജനറൽ നിലപാടറിയിച്ചു. നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് പരിമിതികളുണ്ടെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. തുടർന്ന് പ്രതിനിധി സംഘത്തെ അയക്കുന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 14 ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. 24 ഡൽഹി. ധർമ്മസ്ഥലയിലെ നിഗൂഢത. കർണാടക ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ അന്വേഷണം പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കാൻ തയ്യാറെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. പോലീസ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കും. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ സുപ്രീം കോടതി ജഡ്ജി ഗോപാൽ ഗൌഡയുടെ നേതൃത്വത്തിൽ അഭിഭാഷകർ മുഖ്യമന്ത്രിയെ കണ്ടു. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മൗനം വെടിഞ്ഞത്. കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ സർക്കാർ തയ്യാറാണ്. ദുരൂഹതകൾ നീങ്ങണം. ദക്ഷിണ കന്നഡ പോലീസിന്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. സർക്കാരിന് മേൽ സമ്മർദ്ദമില്ലെന്നും ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്നും സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തു. പോലീസ് റിപ്പോർട്ട് 2 ദിവസത്തിനകം സർക്കാരിന് കൈമാറുമെന്നാണ് സൂചന. മുൻകാലങ്ങളിൽ ആരോപണ വിധേയരെ സംരക്ഷിച്ച പോലീസ് ഇപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും കണ്ടറിയണം. ഇതിനിടെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട മുൻ സുപ്രീം കോടതി ജഡ്ജി ഗോപാല ഗൌഡയുടെ നേതൃത്വത്തിൽ അഭിഭാഷകർ മുഖ്യമന്ത്രിയെ കണ്ടു. 24 ധർമ്മസ്ഥല. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കോൺഗ്രസിൽ അംഗത്വം എടുക്കുമെന്ന പ്രചാരണങ്ങൾ ചിരിപ്പിക്കുന്നതാണെന്ന് CPM നേതാവ് മുൻ MLA ഐഷ പോറ്റി. കോൺഗ്രസിൽ ചേരാനല്ല ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തത്. ഏറെ വർഷമായി കോൺഗ്രസ് തന്നോട് സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെന്നും ഐഷ പോറ്റി പറഞ്ഞു. ഒരുപാട് നന്ദി പറയും. പക്ഷേ
കോൺഗ്രസിൽ ചേരാൻ വേണ്ടിയല്ല ഇവിടെ വന്നത്. ഞാനൊരു പാർലമെന്ററി മോശമല്ല, സത്യം. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. സുജിത്ത്, ഈ പരിപാടി അത് നടക്കുന്നതിന് മുമ്പ് തന്നെ വിവാദമായതാണ് ഐഷ പോറ്റിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ. എന്തൊക്കെ കാര്യങ്ങൾ അവർ വേദിയിൽ പറഞ്ഞു? ഇതിൽ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ചേരാൻ പോകുന്നു, കോൺഗ്രസിലേക്ക് പോകുന്നു, പാർട്ടി CPM വിടുന്നു, അങ്ങനെ പല പല ആരോപണങ്ങൾ, സംസാരങ്ങൾ, ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? എന്താണ് ഐഷ പോറ്റിയുടെ നിലപാട് ഇക്കാര്യത്തിൽ? അതെ വിജയകുമാർ, ഇക്കാര്യത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി കൊട്ടാരക്കര കലയപുരത്ത് സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന നോട്ടീസുകളും അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ കൊട്ടാരക്കരയിലും പരിസരങ്ങളിലുമൊക്കെ വ്യാപകമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നത്. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എന്ന തന്നെ ഉള്ള ഒരു പ്രചരണമായിരുന്നു ആകെ പ്രചരിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ CPIM പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ഐഷ പോറ്റിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഐഷ പോറ്റി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. താൻ കോൺഗ്രസിൽ ചേരാനല്ല ഇവിടെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ആ പ്രസംഗം ആരംഭിച്ചത്. കൂടാതെ കോൺഗ്രസുകാർക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ തന്നെ ആ വേദിയിൽ ഐഷ പോറ്റി വാചാലയാവുകയും ചെയ്തു. അതിനു തൊട്ടു പിന്നാലെ താനൊരു പാർലമെന്ററി മോഹിയല്ല, ഇക്കാര്യം ആണയിട്ട് പറയുകയായിരുന്നു ആ വേദിയിൽ ഐഷ പോറ്റി ചെയ്യുകയും ചെയ്തത്. എന്തായാലും സത്യവുമായി ബന്ധമില്ലാത്ത പ്രചരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നതെന്നും വിമർശനങ്ങൾ തന്നെ കൂടുതൽ ശക്തിയാക്കുകയാണെന്നും രാഷ്ട്രീയം ഏതായാലും നല്ലതിനെ നല്ലതെന്ന് പറയാൻ തനിക്കൊരു പേടിയുമില്ല എന്നായിരുന്നു ഐഷ പോറ്റി പറഞ്ഞത്. കൂടാതെ വിമർശനങ്ങളെയൊക്കെ ചിരിയോടെ നേരിടുന്നതിൽ ഉമ്മൻചാണ്ടി മാതൃകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വാനോളം പുകഴ്ത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞത് തന്റെ അച്ഛന്റെ നല്ല പ്രവൃത്തികളെ അംഗീകരിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത ഐഷ പോറ്റിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടത്തിയ വ്യാപകമായ പ്രചരണങ്ങൾ ക്രൂരതയാണ് എന്നാണ് പറഞ്ഞത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് കൊടിക്കുന്നിൽ സുരേഷ് MP ആയിരുന്നു. MPയും പറഞ്ഞത് ഈ വേദിയിൽ ഐഷ പോറ്റിയുടെ പ്രസംഗം അല്ലെങ്കിൽ ഐഷ പോറ്റിയുടെ വാക്കിനു വേണ്ടിയാണ് കോൺഗ്രസുകാർ കാതോർത്ത് നിൽക്കുന്നതെന്നായിരുന്നു. എന്നാൽ ആ വേദിയിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, കോൺഗ്രസുകാരുമായിട്ട് തനിക്ക് പണ്ട് മുതലേ ബന്ധമുണ്ട്, പക്ഷേ കോൺഗ്രസിലേക്കില്ല. ആ നിലപാട് തന്നെയാണ് ഐഷ പോറ്റി ആ വേദിയിൽ, കോൺഗ്രസുകാരുടെ വേദിയിൽ തന്നെ വ്യക്തമാക്കിയത്. വിജയകുമാർ, യെസ്, കോൺഗ്രസിൽ ചേരാനല്ല ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് ഐഷ പോറ്റിയും ആ വേദിയിൽ തന്നെ പറഞ്ഞു. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. വേർപാടിന്റെ 2ാം വാർഷികത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് രാഷ്ട്രീയ കേരളം. കോട്ടയം പുതുപ്പള്ളി പള്ളിവളപ്പിൽ നടന്ന അനുസ്മരണ സമ്മേളനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. തനിക്ക് ഗുരുതുല്യനാണ് ഉമ്മൻചാണ്ടിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനകീയ നേതാവിന്റെ 2ാം ചരമവാർഷികവും പ്രവർത്തകർ നെഞ്ചിലേറ്റി. 9:30 പുതുപ്പള്ളിപ്പള്ളിയിലെത്തിയ രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്നായിരുന്നു പുതുപ്പള്ളിപ്പള്ളിയുടെ മുന്നിൽ അനുസ്മരണ യോഗം. ഉമ്മൻചാണ്ടി ഗുരുതുല്യനായിരുന്നുവെന്നും പുതുതലമുറ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കണമെന്നും രാഹുൽ ഗാന്ധി. To follow his footsteps and behave in the tradition of the politics of Kerala. Coming here, I must say that I am missing Mr. Chandi, who would normally be sitting over there on the stage. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നടത്തുന്ന ഭവന പദ്ധതിയുടെ ഭാഗമായി 12 വീടുകളുടെ താക്കോൽദാനം രാഹുൽ ഗാന്ധി നിർവഹിച്ചു. ശ്രവണ വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നതിനുള്ള സ്മൃതിതരംഗം പദ്ധതിയുടെ ചികിത്സാരേഖകൾ 3 കുട്ടികൾക്ക് രാഹുൽ ഗാന്ധി കൈമാറി. 24 കോട്ടയം. ജനങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച പ്രിയപ്പെട്ട നേതാവിന് അവർ നൽകിയ അന്ത്യയാത്ര ചരിത്രത്തിലേക്കുള്ള വിലാപയാത്രയായി മാറി. കോരിച്ചൊരിയുന്ന മഴയത്തും വിശപ്പും ദാഹവും മറന്ന് പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ ജനങ്ങൾ കടൽ പോലെ ഒഴുകിയെത്തി. ഒരിക്കലും മറക്കാനാകാത്ത രംഗം. വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെയും തടിച്ചുകൂടിയ 10,000ങ്ങൾ.
വാഹനത്തിന് പിന്നാലെ കരഞ്ഞുകൊണ്ടോടുന്ന അച്ഛനും മകനും. കണ്ണു നിറഞ്ഞ് വാക്കുകൾ ഇടറി പതറി നിൽക്കുന്നവർ. ജനങ്ങൾക്കൊപ്പം എക്കാലത്തും നിലകൊണ്ട, അവർക്ക് വേണ്ടി രാഷ്ട്രീയത്തിനതീതമായി ആത്മാർത്ഥമായി ശ്രമിച്ച നേതാവിനോടുള്ള സ്നേഹവായ്പാണ് വിലാപയാത്രയിലുടനീളം കണ്ടത്. തിരുവനന്തപുരത്ത് നിന്ന് 2023 ജൂലൈ 19 രാവിലെ 7:30 പുറപ്പെട്ട വിലാപയാത്ര 150 കിലോമീറ്റർ ദൂരം താണ്ടാനെടുത്തത് 30 മണിക്കൂർ. ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളായിരുന്നു എവിടെയും. മഴയെ അവഗണിച്ച് വിശപ്പും ദാഹവും മറന്ന് കണ്ണീരോടെ ജനം കാത്തുനിന്നത് അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ. ചരിത്രത്തിലേക്കുള്ളൊരു വിലാപയാത്രയായിരുന്നു അത്. ജനകീയത മുഖമുദ്രയാക്കിയ നേതാവിന് ജനങ്ങൾ നൽകിയ ഹൃദയാഭിവാദ്യമായിരുന്നു ആ യാത്രയയപ്പ്. റിസർച്ച് ഡെസ്ക് 24. കണ്ണൂർ പയ്യാമ്പലത്തെ കുട്ടികളുടെ പാർക്കിൽ സ്ഥാപിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം കോൺഗ്രസ് പ്രവർത്തകർ പുനഃസ്ഥാപിച്ചു. ഉമ്മൻചാണ്ടിയുടെ പേര് ആലേഖനം ചെയ്ത ശിലാഫലകം എടുത്തുമാറ്റി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരുള്ള ഫലകം സ്ഥാപിച്ചത് വിവാദമായിരുന്നു. സംഭവത്തിൽ ടൂറിസം സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് 2015 മെയ് 15 കുട്ടികളുടെ പാർക്കിന്റെയും കടലോര നടപ്പാതയുടെയും നിർമ്മാണം പൂർത്തിയായത്. അന്ന് ഉദ്ഘാടനം നിർവഹിച്ച് ഉമ്മൻചാണ്ടിയുടെ പേരാലേഖനം ചെയ്ത ശിലാഫലകവും സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസമാണ് അത് അടർത്തി മാറ്റിയത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പകരം സ്ഥാപിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരിലുള്ള ശിലാഫലകം. 2022 മാർച്ച് 6 നവീകരിച്ച പാർക്കും നടപ്പാതയും മന്ത്രി ഉദ്ഘാടനം ചെയ്തെന്നായിരുന്നു പുതിയ ശിലാഫലകത്തിൽ ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ശിലാഫലകം പുനഃസ്ഥാപിച്ചു. ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്നതോടൊപ്പം തന്നെ റിയാസിന് വേണ്ടിയുള്ള അദ്ദേഹം പറഞ്ഞിട്ടോ അദ്ദേഹത്തിന് വേണ്ടിയോ ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു വിവരമില്ലാത്ത ഒരു നിലപാട് ആണ് എന്നുള്ളതാണ്. മുൻ സർക്കാരുകളുടെ കാലത്തുള്ള വികസന പ്രവർത്തനങ്ങളെ തമസ്കരിക്കുന്ന രീതി LDF-നില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഓരോ ഗവൺമെന്റുകൾ മാറി വരും. ഒരു സർക്കാർ വരുന്ന സമയത്ത് ആ സർക്കാർ നടത്തിയ ഒരു പ്രവൃത്തി ഉദ്ഘാടനം, അതിൻ്റെ കല്ലിളക്കി വലിച്ച് ഓവിലെറിയുന്നൊരു സംസ്കാരം ഞങ്ങൾക്കില്ല. ശിലാഫലകം മാറ്റിയത് തങ്ങളുടെ അറിവോടെ അല്ലെന്നാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ വിശദീകരണം. 24 കണ്ണൂർ. കൊച്ചി വടുതലയിൽ അയൽവാസിയെയും ഭാര്യയെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി യുവാവ് ആത്മഹത്യ ചെയ്തു. വടുതല സ്വദേശി വില്യമാണ് ആത്മഹത്യ ചെയ്തത്. വില്യം തീ കൊളുത്തിയ ക്രിസ്റ്റഫറിനെയും ഭാര്യ മേരിക്കുട്ടിയെയും ലൂർദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ആ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചു. കൂടുതൽ വിവരങ്ങൾ അമൽ സുരേന്ദ്രൻ നൽകും വടുതലയിൽ നിന്ന്. അമൽ അവിടെ എത്തിയല്ലോ. എന്താണ് നാട്ടുകാർ പറയുന്നത്? ഈ വഴിതർക്കമൊക്കെ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പേരിൽ രണ്ടുപേരെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കുക, അതിനുശേഷം അയാൾ ആത്മഹത്യ ചെയ്യുക. എന്താണ് അവിടെ സംഭവിച്ചത്? നാട്ടുകാരൊക്കെ എന്താണ് അമൽ പറയുന്നത്? അക്ഷരാർത്ഥത്തിൽ നടുക്കത്തിലായിരിക്കുകയാണ് ഈ പ്രദേശവാസികളെല്ലാം, വിജയകുമാർ. ഏതായാലും ഇവർക്ക് പറയാനുള്ള ഒരു 8 മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം എറണാകുളം ലൂർദ് ആശുപത്രിക്ക് തൊട്ട് പിന്നിലുള്ള ഗോൾഡൻ സ്ട്രീറ്റിൽ വെച്ച് സംഭവിക്കുന്നത്. ഇവിടെ താമസിക്കുകയായിരുന്ന ഇവരുടെ അയൽവാസിയായിരുന്നു, ഈ വില്യമിന്റെ അയൽവാസിയായിരുന്നു ക്രിസ്റ്റഫറും ഭാര്യ മേരിക്കുട്ടിയും. ഇവർക്ക് 54 വയസ്സ് വീതമായിരുന്നു ഉണ്ടായിരുന്നു. ഇവർ പുറത്തു പോയിട്ട് തിരിച്ച് തങ്ങളുടെ ഇരുചക്ര വാഹനത്തിൽ, ഇപ്പോൾ എനിക്ക് നിങ്ങൾ കാണാൻ സാധിക്കുന്ന, നമ്മുടെ ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്നതാണ്, ഈ ഒരു സ്കൂട്ടറിലാണ് ഇവർ തിരിച്ചു വന്നത്. തിരിച്ചു വരുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി, നമ്മൾ നിൽക്കുന്ന ഈ വഴിയിൽ തടഞ്ഞു നിർത്തി
വില്യം ഇവർ രണ്ടുപേരുടെയും തലയിലൂടെ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. മുൻകൂട്ടി തന്നെ വാങ്ങി വെച്ചിരുന്ന പെട്രോൾ ഒഴിക്കുകയായിരുന്നു. നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ ഇവർ തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള തർക്കങ്ങളെല്ലാം ഇവിടെ പതിവായി തന്നെ ഉണ്ടാവാറുണ്ട്. വില്യം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവത്തിന് ഉടമയാണ് എന്നാണ് പ്രദേശവാസികൾ തന്നെ നമ്മളോട് അല്പസമയത്തിന് മുൻപ് പറഞ്ഞത്. ചേട്ടാ, ഈ എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്? ഇങ്ങനെ ഒരു തർക്കങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടായിരുന്നതാണോ? മുൻകൂട്ടി കേസുകളാണ്, നിലവിലെ കേസുകളാണ്. പിന്നെ ഈ മലമൊക്കെ എടുത്ത് അവരെ വീടിനെ ബാധിക്കാൻ കൊണ്ടുപോയി വില്യം ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ പൊള്ളലേറ്റ ആളെ ക്യാമറ ഒക്കെ വെച്ചു. നിലവിലെ കേസുകളാണ്. ഞങ്ങളായിട്ടും പ്രശ്നങ്ങളാണ്, സ്ഥിരം പ്രശ്നക്കാരാണ്. വില്യം ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അയാള് നേരത്തെ മയക്കുമരുന്ന്, കഞ്ചാവ് എല്ലാം ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇത് കരുതിക്കൂട്ടി ചെയ്താണ്. കാരണം ഇപ്പം എൻ്റെ ഭാര്യയുടെ ഫ്രണ്ടാണ് ഈ വില്യമല്ല, ക്രിസ്റ്റഫറും ഭാര്യയൊക്കെ. ഇവരുടെ മക്കളൊക്കെ എവിടെയാണ്? മക്കളില്ല, മേരിക്കും ക്രിസ്റ്റഫറും മക്കളില്ല. ഇന്ന് പെട്ടെന്ന് ഈ ഒരു പ്രകോപനം ഉണ്ടാവാനുള്ള എന്തെങ്കിലും കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും ഇവർ തമ്മിൽ രസത്തിലായിരുന്നില്ല. ഈ പ്രദേശവാസികളായിട്ടും മൊത്തത്തിൽ വില്യം ഒരു ഇതായിരുന്നില്ല അല്ലേ? ഒരു ക്രൂക്കഡ് മൈൻഡുള്ളതാണ്. പോലീസിൽ പരാതിയൊക്കെ നൽകിയിട്ടുള്ളതാണ്. ഇവരെല്ലാം നാട്ടുകാരായിട്ട് മുഴുവൻ ഞാനടക്കം കേസുകളാണ്. നിലവിൽ ഈ വില്യമിനെതിരെ നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വില്യമിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞത്. ഏതായാലും ഈ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് തന്നെ ഇവർക്ക് പെട്രോൾ ഒഴിച്ച് മേരിക്കുട്ടിക്കും ക്രിസ്റ്റഫറിന്റെയും തീ നൽകിയതിനു ശേഷം പെട്ടെന്ന് വില്യം, നമുക്ക് കാണാവുന്നതാണ് ഈ തൊട്ടടുത്തുള്ള ഈ ഒരു മഞ്ഞ വീടാണ് വില്യമിന്റെ വീട്. ഈ വീടിനുള്ളിലേക്ക് പോവുകയും അവിടെ തൂങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ ശരീരം ഇപ്പോഴും ഈ വീടിനുള്ളിൽ തന്നെയാണുള്ളത്. പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം ഇന്ന് തന്നെ പൂർത്തിയാക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ സാധിക്കുന്നത്. ഏതായാലും അല്പസമയത്തിന് ശേഷമേ കൂടുതൽ നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നൊരു തീർച്ച, ഇൻക്വസ്റ്റ് നടപടികൾ, അതായത് വില്യമിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന രീതിയിലുള്ള ഒരു കാര്യം അല്പസമയത്തിന് ശേഷം മാത്രമേ തീർച്ചപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു പ്രശ്നം നിരന്തരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. വില്യമിനെ ഈ ഒരു പ്രദേശത്തുള്ള പലരുമായിട്ടും നിരന്തരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ വഴിത്തർക്കം മാത്രമല്ല എന്നാണ് നമുക്കറിയുന്നത്. അതിർത്തർക്കം എന്ന നിലയിലാണ് ആദ്യം വാർത്തകൾ വന്നിരുന്നത്. പക്ഷെ അതിർത്തർക്കമല്ല, പകരം ഈ വില്യമിന്റെ ഒരു സ്വഭാവത്തിലുണ്ടായിരുന്ന ചില തരത്തിലുള്ള ചില കുറവുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ പ്രദേശവാസികളുമായി നിരന്തരം പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. അയാൾ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. ചേട്ടാ, ഈ വില്യം ഒറ്റയ്ക്കാണ് ഇവിടെ താമസിച്ചിരുന്നത് അല്ലേ? ആദ്യമായിട്ട് ഈ ഒരു ദാരുണമായ സംഭവത്തിൽ നാട്ടുകാരെന്നുള്ള നിലയിൽ എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഇത് ഒരു CCTV വെച്ചതിൽ തുടങ്ങിയുള്ള തർക്കമാണ്. കാര്യം ഈ ക്രിസ്റ്റഫറിൻ്റെ വീട്ടിൽ വേസ്റ്റ് പോയി വീഴേണ്ട ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അത് ക്രിസ്റ്റഫറാണ്, ഈ മരണപ്പെട്ട ആളാണെന്നുള്ള വില്യംസാണ് അത് ചെയ്യണമെന്നുള്ളൊരു സംശയം വന്നപ്പോൾ അവിടെ CCTV വെച്ചു. അപ്പോൾ അതിൽ തുടങ്ങിയുള്ള തർക്കമെന്ന് വെച്ചാൽ ഈ ഇടവഴിയിൽ നിന്ന് ഈ CCTVയിൽ കൃത്യമായിട്ട് വില്യംസിൻ്റെ മുറി കേന്ദ്രീകരിച്ചാണ് അത് വെച്ചത്. അത് കൂടുതൽ വൈരാഗ്യത്തിലേക്ക് പോയി. എത്ര വയസ്സുണ്ടായിരുന്നു വില്യംസിന്? എത്ര വയസ്സ്? 50 വയസ്സ്. ഇപ്പോൾ ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് പെട്ടെന്നുണ്ടായ പ്രകോപനം എന്തായിരുന്നു? പ്രകോപനം എന്ന് വെച്ചാൽ വില്യംസ് ഒരു പ്രത്യേക മാനസിക നിലയുള്ള ആളാണ്. അപ്പോൾ അത് മദ്യപാനോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുള്ള ഇതായിരിക്കുള്ളൂ. പരാതികളൊക്കെ പോലീസിലേക്ക് പോയി ജീവിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെതായ മാനസിക പിരിമുറുക്കമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വില്യംസിനെ കുറിച്ച് ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളാണ് നാട്ടുകാർക്കെല്ലാം ഒരേ സ്വരത്തിൽ പറയാനുള്ളത്. ഏതായാലും നമുക്കിപ്പോൾ ഈ ഒരു പ്രദേശത്തെ വാർഡ് മെമ്പർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു ഈ ഒരു പ്രശ്നം? നേരത്തെ ഈ വാർഡ് മെമ്പറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ആളുകൾ ഉൾപ്പെടുത്തി? മേരി ചേച്ചിയൊക്കെ 1-2 പ്രാവശ്യം എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഇയാൾ വേറെ ഒന്നുമല്ല, ഈ വേസ്റ്റ് എടുത്തിട്ട് അവർ കോമ്പൗണ്ടിലേക്ക് ഇടും, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ച സന്ദർഭത്തിൽ ഇനി മേലിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, ഞാനത് ശ്രദ്ധിച്ചോളാം നല്ല രീതിയിലാണ് ഇയാളുടെ ഭാഗത്തൊരു സമീപനം ഉണ്ടായത്. പക്ഷെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല. ഇത് ഇന്ന് വൈകുന്നേരം ഈ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥക്കകത്ത് കാര്യങ്ങൾ എത്തുമെന്ന് നമ്മളാരും വിചാരിക്കുന്നില്ല. ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു പെട്ടെന്നുണ്ടായ എന്തെങ്കിലും പ്രകോപനമോ അങ്ങനെ എന്തെങ്കിലും ആണോ? അതോ നേരത്തെ കണക്ക് കൂട്ടി ഇതിന് പെട്രോളൊക്കെ കരുതി അങ്ങനെ ആയിരുന്നു? അതോ പെട്ടെന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായതാണോ? എന്താണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? ഇയാളുടെ ഒരു രീതി ഇപ്പം ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഇയാൾ പെട്രോൾ വാങ്ങിച്ച് ശേഖരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ ആ പെട്ടെന്നൊരു പ്രകോപനത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ നമ്മൾ അറിഞ്ഞിട്ടില്ല. നേരത്തെ ഉണ്ടായ തർക്കങ്ങൾക്കകത്ത് നമ്മൾ ഇടപെട്ടുന്നതല്ലാതെ ഇന്നിങ്ങനെ ഒരു സംഭവത്തിനകത്തേക്ക് വരുമെന്നുള്ള അങ്ങനെ ഒരു സാഹചര്യത്തെ കുറിച്ച് ആരും. ശരി, അമൽ സുരേന്ദ്രനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഇതിൽ പൊള്ളലേറ്റ മേരിക്കുട്ടിയുടെ പൊള്ളൽ അത്ര ഗുരുതരമല്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. ക്രിസ്റ്റഫറിന് ഏതാണ്ട് 50% പൊള്ളലേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാൽ തുടയിലും നെഞ്ചിലുമാണ്
പൊള്ളലേറ്റത് എന്നാണ് വരുന്നത്. രണ്ടുപേരും ലൂർദ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുള്ളത്, ട്രെയിൻ യാത്രയ്ക്കിടെ യുവാവിൻ്റെ പരാക്രമം. അത് മാംഗ്ലൂർ പുതുച്ചേരി ട്രെയിനിലാണ് യുവാവ് കത്തിവീശി ഒരു പരാക്രമം കാട്ടിയത്. 2 പേർക്ക് അതിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കടലുണ്ടി റെയിൽവേ ഗേറ്റിന് സമീപം വെച്ചാണ് ഈ യുവാവ് കത്തിവീശിയത്. ഇയാളെ പിന്നീട് RPF കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വടകര താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു എന്ന വിവരം കൂടി ഇതിനോട് ചേർത്ത് പറയാനുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വടക്കൻ മേഖലയിൽ ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ നാളെ വടകര താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവയ്ക്കും അവധി ബാധകമായിരിക്കും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്, RSSും CPMും ജനങ്ങളെപ്പറ്റി ചിന്തിക്കാത്തവരാണ് എന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ CPM ജനറൽ സെക്രട്ടറി MA ബേബി. പരാമർശം ശരിയായില്ലെന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ രാഹുൽ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും MA ബേബി പ്രതികരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മൃതി സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി RSSും CPIമും ഒരുപോലെയെന്ന് വിമർശിച്ചത്. RSSും CPIമും ജനങ്ങളെപ്പറ്റി ചിന്തിക്കാത്തവരാണ്. ഇരുകൂട്ടരെയും ആശയപരമായി താൻ നേരിടുന്നുവെന്നും രാഹുൽ ഗാന്ധി. I fight the RSS ideologically. I fight the CPM ideologically. And I fight them in the realm of ideas. But my biggest complaint with them, is that they do not have feelings for people. രാഹുൽ ഗാന്ധിയുടെ പരാമർശം ശരിയായില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ പറയണമായിരുന്നോ എന്നത് കോൺഗ്രസും രാഹുലും ആലോചിക്കണമെന്നും MA ബേബി പറഞ്ഞു. CPMനെയും RSSനെയും കൂടി ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഇത്തരത്തിൽ വിമർശിച്ചത് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ സംസാരിക്കേണ്ടിയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹവും കോൺഗ്രസും ഒക്കെ ആലോചിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഹുലിന്റെ പ്രസ്താവന അസംബന്ധവും അപലപനീയവുമെന്ന് CPM പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്കാണ്. ട്രെയിൻ യാത്രയ്ക്കിടെ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവ് ഇപ്പോൾ അവിടെ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മംഗളൂരു പുതുച്ചേരി ട്രെയിനിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. കടലുണ്ടി റെയിൽവേ ഗേറ്റിന് സമീപം യുവാവ് കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഇയാളെ പിന്നീട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സമീർ C മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. സമീർ, എന്താണ് സംഭവിച്ചത്? പിടിയിലായത് ആരാണ്? ഈ 2 പേർക്ക് പരിക്കുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താണ്? വിജയകുമാർ, രാത്രി 8:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കടലുണ്ടി റെയിൽവേ ഗേറ്റിന് സമീപം വെച്ചുകൊണ്ട് ഒരു യുവാവ് അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു. ഇത് തുടർന്നാണ് 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. പരിക്ക് നിസ്സാരമാണ്. 2 പേർക്കും ചെറിയ രീതിയിലുള്ള പോറൽ ഏറ്റിട്ടുണ്ട്. ഈ യുവാവ് കത്തി വീശുകയാണ് ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടായ സാഹചര്യത്തിലാണ് അവിടെയുള്ള യാത്രക്കാർ പിന്നീട് ട്രെയിനിന്റെ ചെയിൻ വലിച്ചു നിർത്തുകയും ട്രെയിൻ നിർത്തുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിലാണ് RPF അവിടെ എത്തുകയും ഈ യുവാവിനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തത്. ഈ യുവാവ് മദ്യലഹരിയായിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. യുവാവിനെ ഇപ്പോൾ തിരൂരിൽ എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പരിക്കേറ്റവരെയും തിരൂരിൽ എത്തിച്ചിട്ടുണ്ട്. ഇവർക്ക് ഒരു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പോകാൻ കഴിയും. കാര്യമായ പരിക്കുകളൊന്നുമില്ല. ഈ യുവാവ് ഈ മദ്യലഹരിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട് സ്വദേശിയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ഈ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഈ യുവാവ് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ആയുധങ്ങളാണ് കൈവശമുണ്ടായിരുന്നത്. മടുണ്ട്, അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളുണ്ട്, കത്തി ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ RPF വ്യക്തമാകുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു വാഗ്വാദം ഉണ്ടാവുകയും അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ആയുധം എടുത്ത് വീശുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നുണ്ട്. RPF ചോദ്യം ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് അത്ര തന്നെ സംസാരിക്കാനോ മറ്റൊന്നും കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. മദ്യത്തിന്റെ ഒരു ലഹരിയിലാണ് ഈ യുവാവുള്ളത് എന്ന കാര്യമാണ് ഇപ്പോൾ RPF വ്യക്തമാക്കുന്നത്. ഇപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ പ്രതിയുള്ളത്. ഇത്തരം ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മാംഗ്ലൂർ പുതുച്ചേരി എക്സ്പ്രസ് അരമണിക്കൂറോളം വൈകിയാണ് ഓടുന്നത്. നിലവിൽ അത് യാത്ര പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അരമണിക്കൂർ വൈകിയാണ് ഈ ട്രെയിൻ സർവീസ് തുടരുന്നത്. വിജയകുമാർ. സമീർ C മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. കൊച്ചിയിൽ കേബിളിൽ കുരുങ്ങി നിലത്ത് വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. കടവന്ത്ര ചെലവന്നൂർ റോഡിലാണ് അപകടമുണ്ടായത്. അമൽ സുരേന്ദ്രൻ ഒരിക്കൽ കൂടി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കൊച്ചിയിൽ അമൽ, ഇതാദ്യമായല്ല കൊച്ചിയിൽ ഈ കേബിളിൽ കുരുങ്ങിയ ആളുകൾ വീഴുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ ഘട്ടത്തിലൊക്കെ ഈ കേബിളുകൾ മാറ്റണം എന്നൊക്കെ ആവശ്യമുയരുകയും എന്തെങ്കിലുമൊക്കെ ചില നടപടികളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ
റോഡിൽ മനുഷ്യരെ കുരുക്കുന്ന ഇത്തരം കെണികൾ ഇപ്പോഴും കൊച്ചിയിലുണ്ട്. അതിൻ്റെ ഒരു ഇര കൂടിയാണ് ഈ യുവാവ്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിജയകുമാർ. ഏതായാലും കൊച്ചിയിലെ കേബിളുകളുടെ കുരുക്കിൽപ്പെട്ട് പലരും, പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരാണ് ദുരിതം അനുഭവിക്കുന്നത്. പെട്ടെന്ന് ഈ ഒരു കെണി അറിയാതെ, പ്രത്യേകിച്ചും രാത്രി സമയത്തെല്ലാം റോഡുകളിലൂടെ ഈ ഒരു കെണി അറിയാതെ വാഹനം ഓടിച്ചു പോകുന്നവരാണ് വേഗത്തിൽ ഈ ഒരു കേബിളുകളുടെ കുരുക്ക് കഴുത്തിലും കയ്യിലും അല്ലെങ്കിൽ വാഹനങ്ങളുടെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ ഉടക്കി വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടമാണ് വീണ്ടും കടവന്ത്ര ചിലവന്നൂർ റോഡ്, അതായത് ചിലവന്നൂർ പാലത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ബൈക്ക് യാത്രികനാണ് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത്തരത്തിൽ വഴിയരികിൽ കിടന്നിരുന്ന കേബിളുകളിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ഹാൻഡിലിൽ കുരുങ്ങിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെയും കൊച്ചിയിലെ ഇത്തരത്തിൽ അലക്ഷ്യമായി കിടക്കുന്ന കേബിളുകളുടെ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ട് പോസ്റ്റുകളുടെയും ലൈനുകളുടെയും സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്ന കേബിളുകളിൽ കുരുങ്ങി നിരവധിയായ യാത്രക്കാർക്ക് നേരത്തെയും പരിക്കേറ്റ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ സന്നദ്ധ സംഘടനകൾ ഇടപെട്ട് കുറേയൊക്കെ കേബിളുകൾ മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പ്രതിഷേധങ്ങൾ ശക്തമായതിനെ തുടർന്ന് കോടതിയുടെ അടക്കം ഇടപെടലുകൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായതാണ്. അപ്പോഴാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ആവർത്തിക്കുന്നത്. ഏതായാലും തദ്ദേശ ഭരണാധികാരികളുടെ അടക്കം നിരവധിയായിട്ടുള്ള സമയങ്ങളിൽ ജനപ്രതിനിധികളും ജനങ്ങളും പ്രതിഷേധം അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോഴും ഈ ഒരു പ്രശ്നം തുടരുകയാണ്. വിജയകുമാർ. യെസ്, ഈ അപകടം കടവന്ത്ര ചെലവന്നൂർ റോഡിലാണ്. യുവാവിന് ഈ ഇരുചക്ര വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ആശുപത്രിയിലാണ്, ചികിത്സയിലാണ്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 6ാം സീസണിനായുള്ള ഓഡീഷൻ നാളെയും മറ്റന്നാളും തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലുള്ള ഫോർട്ട് ബാനർ ഹോട്ടലിൽ നടക്കും. 14 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാം. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഓഡീഷൻ നടക്കുന്നത്. പാട്ട് പാടാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യും. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.